നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ PCC സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ നോൺ ഇൻവോൾവ്മെൻ്റ് ഇൻ ഒഫൻസ് സർട്ടിഫിക്കറ്റ് NIOC, ഈ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ട വിധത്തെ പറ്റിയാണ് പറയുന്നത്. ഇതിന് അപേക്ഷിക്കാനായിട്ട് അക്ഷയയിലോ അതല്ലെങ്കിൽ ജനസേവന കേന്ദ്രം, പൊതുസേവന കേന്ദ്രം, ഇങ്ങനെ പല പല പേരുകളിൽ സേവന കേന്ദ്രങ്ങളുണ്ട്. അവിടെയാണ് നമ്മളിത് അപേക്ഷിക്കേണ്ടത്. ഇതിനു വേണ്ട ഡോക്യുമെൻറ്റ്സ്: 1 ആധാർ കാർഡ്, 2 ഒരു ഫോട്ടോ, 3 ഇമെയിൽ ID, 4 ഫോൺ നമ്പർ. ഇമെയിൽ ID അത്ര പ്രാധാന്യമില്ല. ഇത്തരം സാധനങ്ങളാണ് ഞാൻ അപേക്ഷിച്ചപ്പോൾ അവർ ഡോക്യുമെൻ്റായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. നമ്മളിത് അപേക്ഷിക്കുമ്പോൾ അപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. പകരം നമ്മൾ അപേക്ഷിച്ചതായിട്ടുള്ള ഒരു റെസിപ്റ്റ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ആ റെസിപ്റ്റിൻ്റെ ഫോട്ടോയാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ഇരുന്നപ്പോഴാണ് ഇതിന് അപേക്ഷിക്കാൻ തന്നെ പറ്റിയത്. ആ റെസിപ്റ്റ് കിട്ടിയപ്പോൾ അരമണിക്കൂറോളം എടുത്ത്. അപ്പോൾ പിന്നീട് അവർ പറഞ്ഞത് ഒരാഴ്ച വെയിറ്റ് ചെയ്യണം. ഒരാഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. കാരണം ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ പാസ്സാക്കി വിടണം. അതല്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്നിട്ട് അവരോട് നമ്മൾ പറയണം, ഇന്നപോലെ അത്യാവശ്യമാണ്, അതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി തന്നെ നമ്മൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുകയോ അതല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ആളുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുകയോ ചെയ്യണം. എന്നാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. ഇപ്പം തന്നെ വേണ്ടതാണെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരെ കൊണ്ട് അത് നിർബന്ധമായിട്ടും റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ അപേക്ഷ സ്ഥലത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യണം. മിനിമം ഒരാഴ്ചയാണ് ഇവിടെ കിട്ടാറ്. ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ആ സ്റ്റേഷനിൽ നിന്ന് ഒരാഴ്ചത്തെ താമസത്തിലാണ് ഇത് കിട്ടാറുള്ളത്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഒരാഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഇതിനവർ പറഞ്ഞത്, ഈ സർട്ടിഫിക്കറ്റ് എവിടെ അപേക്ഷിച്ചോ, ഏത് ജനസേവന കേന്ദ്രത്തിലോ അതല്ല അക്ഷയയിലാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത്, അവിടെ തന്നെ പോയാലേ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അതാണ് അവർ എന്നോട് പറഞ്ഞത്. അപ്പം എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ല. എന്തായാലും എനിക്ക് 7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, ആ സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട് വന്നോ എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന്, അങ്ങനെ 7 ദിവസം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. ഇതിന് വന്ന ചിലവ് ആകെ 710 രൂപ. അപേക്ഷിക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കണം. 710 രൂപയാണ്. 2024 ഫെബ്രുവരി 15 ഞാൻ ഇതിനെ അപേക്ഷിച്ച് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ചിലവ് 710 രൂപയാണ്. പിന്നെ ഈ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അപേക്ഷിക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് അവർക്ക് ഇത് ചെയ്ത് നല്ല പ്രാക്ടീസ് ഉള്ളവരുടെ അടുത്ത് മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. അതിൻ്റെ കാരണം, ഞാൻ ആദ്യം ഒരു ജനസേവന കേന്ദ്രത്തിൽ ഈ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്, ആധാർ കാർഡ് വേണം, ഒരു ഫോട്ടോ വേണം, കൂടാതെ നമ്മൾക്ക് ഈ സർട്ടിഫിക്കറ്റ് എവിടെ കൊടുക്കാനാണോ അവിടെ നിന്നൊരു റിക്വസ്റ്റ് ലെറ്ററും വേണം. എനിക്കൊരു ബാങ്കിൽ ജോലിയുടെ ആവശ്യത്തിന് കൊടുക്കാനായിരുന്നു ഈ PCC സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. പക്ഷേ അവരൊരു കാരണവശാലും റിക്വസ്റ്റ് ലെറ്റർ തരില്ല. അത് നമ്മൾ എവിടെ ചെന്നാലും റിക്വസ്റ്റ് ലെറ്റർ അവർ തരില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഈ പറഞ്ഞ ആൾക്ക് ഇത് എടുത്ത് പ്രാക്ടീസ് ഇല്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് പ്രാക്ടീസ് ഉള്ളവരുടെ അടുത്ത് മാത്രമേ നമ്മൾ ഈ സർട്ടിഫിക്കറ്റിന് പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത റിക്വസ്റ്റ് ലെറ്ററൊക്കെ ചോദിച്ച് അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കും. സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് ചെയ്യാം, പക്ഷേ അറിയില്ലാത്തവർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോയാലേ പറ്റുള്ളൂ. അതും അവർ ചെയ്ത് പ്രാക്ടീസ് ഉള്ളവരുടെ അടുത്ത് തന്നെ പോകണം. ഇതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ്: ആധാർ കാർഡ്, ഒരു ഫോട്ടോ, ഫോൺ നമ്പർ. ഇത് 3 മാത്രം മതി. പിന്നെ ഇമെയിൽ ID വേണമെങ്കിൽ മാത്രം മതി, ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇതിൽ കൂടുതൽ ഏതെങ്കിലും ജനസേവന കേന്ദ്രത്തിൽ നിന്ന് അതല്ലെങ്കിൽ അക്ഷയയിൽ നിന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല, അറിയില്ല. ശരിക്കും ഇത് 3 മാത്രം മതി. ഞാൻ അപേക്ഷിച്ചപ്പോൾ ഇത് 3 മാത്രമേ കൊടുത്തുള്ളൂ. എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി.
ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അവർക്കിതെങ്ങനെ അപേക്ഷിക്കണം, ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒട്ടും അറിയാത്ത ആൾക്കാരുണ്ട്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് ഞാൻ ഇത് അപേക്ഷിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരുവിധമുള്ള നല്ല നല്ല സ്ഥാപനങ്ങളിലെല്ലാം ഈ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ഞാനൊരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, SBI ബാങ്കിൽ. അവർക്ക് ഇത് എല്ലാ വർഷവും കൊടുക്കണം. ആദ്യമൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് കൊടുത്തിരുന്നത്. നമ്മൾ ട്രഷറിയിൽ പോയിട്ട് പൈസ അടച്ച് അതുമായിട്ട് വന്ന് നമ്മൾ വില്ലേജ് ഓഫീസിൻ്റെ അവിടെ ഇരുന്ന് എഴുതാനിരിക്കുന്നവരുടെ അടുത്ത് കൊണ്ട് എഴുതിച്ച് അതായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പിന്നീട് അവർ പറയുന്ന സമയത്ത് ചെന്നിട്ട് ഇത് മേടിക്കൽ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് ഇതിനു മുമ്പ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മടുത്ത് നിർത്തി. ഇപ്പോൾ ഓൺലൈനാക്കിയപ്പോൾ വളരെ ഉപകാരപ്പെട്ടു. അപ്പോൾ ഓൺലൈനിൽ അപേക്ഷിക്കേണ്ട വിധമാണ് ഞാനിപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 710 രൂപയാണ് ഇതിൻ്റെ ചിലവ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചെറുതായ രീതിയിൽ കമൻറ്റ് ചെയ്താൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ സംശയം പറഞ്ഞു തരുന്നതാണ്.